റോമർ 9:10 എന്നിവയിൽ ഇസ്രായേലിന്റെ അവിശ്വാസത്തെക്കുറിച്ചും ദൈവത്തിന്റെ രക്ഷാകര പദ്ധതിയിൽ അതിന്റെ സ്ഥാനത്തെക്കുറിച്ചും പൗലോസ് ആഴത്തിൽ പ്രതിഫലിപ്പിക്കുന്നു. റോമർ 9 ഇസ്രായേലിന്റെ ക്രിസ്തുവിനെ നിരസിച്ചതിൽ ഹൃദയംഗമമായ ദുഃഖത്തോടെ അദ്ദേഹം ആരംഭിക്കുന്നു. ഇസ്രായേലിൽ നിന്നുള്ളവരെല്ലാം യഥാർത്ഥ ഇസ്രായേലിന്റെ ഭാഗമല്ലെന്ന് ഊന്നിപ്പറയുന്നു. ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ പരാജയപ്പെട്ടിട്ടില്ലെന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു, കാരണം അവന്റെ പദ്ധതി പരമാധികാര തിരഞ്ഞെടുപ്പിലൂടെ പ്രവർത്തിക്കുന്നു. ആസക്ക്, ഇസ്മായേൽ, യാക്കോബ്, ഏസാവ് തുടങ്ങിയ ഉദാഹരണങ്ങൾ ഉപയോഗിച്ച് ദൈവം തന്റെ ഉദ്ദേശ്യമനുസരിച്ചാണ് തിരഞ്ഞെടുക്കുന്നത്. മനുഷ്യപ്രയത്നത്തെയോ യോഗ്യതയെയോ അടിസ്ഥാനമാക്കിയല്ലെന്ന് പൗലോസ് കാണിക്കുന്നു. തന്റെ മഹത്വത്തിന്റെ പ്രദർശനത്തിനുവേണ്ടി കരുണ കാണിക്കുന്നതിനോ അവൻ ആഗ്രഹിക്കുന്നതുപോലെ ഹൃദയങ്ങളെ കഠിനമാക്കുന്നതിനോ ഉള്ള ദൈവത്തിന്റെ സ്വാതന്ത്ര്യത്തെ ഇത് അടിവരയിടുന്നു. റോമർ 10 പൗലോസ് മാനുഷിക ഉത്തരവാദിത്തത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഇസ്രായേലിന് ദൈവത്തോട് തീക്ഷ്ണതയുണ്ടെന്നും എന്നാൽ ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ ലഭിക്കുന്ന നീതിയെക്കുറിച്ചുള്ള അറിവ് ഇല്ലെന്നും അദ്ദേഹം വിശദീകരിക്കുന്നു. യേശുവിലുള്ള വിശ്വാസത്തിലൂടെയും അവനെ കർത്താവായി ഏറ്റുപറയുന്നതിലൂടെയും രക്ഷ എല്ലാവർക്കും, യഹൂദർക്കും വിജാതീയർക്കും ലഭ്യമാണെന്ന് അദ്ദേഹം ഊന്നിപ്പറയുന്നു. ദൈവവചനം കേൾക്കുന്നതിലൂടെയാണ് വിശ്വാസം വരുന്നതെന്ന് പൗലോസ് ഊന്നിപ്പറയുന്നു. വ്യാപകമായ പ്രഖ്യാപനമുണ്ടായിട്ടും ഈ സന്ദേശം ഇസ്രായേൽ നിരസിച്ചതിൽ അദ്ദേഹം വിലപിക്കുന്നു. ഈ അധ്യായങ്ങൾ ഒരുമിച്ച് ദൈവത്തിന്റെ പരമാധികാരവും മാനുഷിക ഉത്തരവാദിത്വവും തമ്മിലുള്ള സന്തുലിതാവസ്ഥ അവതരിപ്പിക്കുന്നു. ഇസ്രായേലിന്റെ അവിശ്വാസത്തെ ഉയർത്തിക്കാട്ടുന്നു, അതേസമയം അവരുടെ ആത്യന്തിക പുനഃസ്ഥാപനത്തിനായി പ്രത്യാശ നൽകുന്നു. കൂടുതൽ വീഡിയോകൾ കാണാൻ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക.